നമസ്കാരം. ഇന്ത്യ പാക് സംഘർഷം ഒടുവിൽ വെടിനിർത്തലിൽ എത്തിയിരിക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് വെടിനിർത്തലിന് തീരുമാനമായതെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അറിയിച്ചത്. പാകിസ്ഥാനിലെ സൈനിക ഓപ്പറേഷന്റെ ഡയറക്ടർ ജനറൽ ഉച്ചയ്ക്ക് 3:35 ഇന്ത്യയിലെ DGMOയെ വിളിച്ചെന്നും ഇന്ത്യൻ സമയം 5 മണിയോടെ കര, വായു, കടൽ മാർഗമുള്ള വെടിവെപ്പും സൈനിക നടപടികളും നിർത്തിവെക്കുമെന്നും ഇരുഭാഗങ്ങളും സമ്മതിച്ചു എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇരുഭാഗത്തും നൽകിയിട്ടുണ്ട്. മെയ് 12-ന് 12 മണിക്ക് DGMOയുമായി വീണ്ടും ചർച്ച നടത്തുമെന്നും വിക്രം മിസ്രി പറഞ്ഞിട്ടുണ്ട്. വെടിനിർത്തൽ വിവരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും എക്സിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനും വെടിനിർത്തലിനുള്ള പരസ്പര ധാരണയിലെത്തിയെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാതര ഭീകരതയ്ക്കുമെതിരെ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പുലർത്തിയിട്ടുണ്ടെന്നും അതങ്ങനെ തന്നെ ഭാവിയിലും തുടരുമെന്നും ജയശങ്കർ പറയുന്നു. ഇതോടെ താത്കാലികമായെങ്കിലും രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് പരിസമാപ്തി ആയിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ കരുത്തും കൃത്യതയോടെ ആക്രമിക്കാനുള്ള ശേഷിയും ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഈ സംഘർഷം വഴിയൊരുക്കിയിട്ടുണ്ട്. ചീട്ടുകൊട്ടാരം പോലെയാണ് പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ തകർത്ത് കളഞ്ഞത്. ചൈനയും അമേരിക്കയും ഉൾപ്പെടെ നൽകിയിരുന്ന സംവിധാനങ്ങളാണ് ഇന്ത്യ സൈന്യം നിസ്സാരമായി തകർത്തത്. ഇതുവഴി കടന്നുകയറി പാകിസ്ഥാനിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളും വ്യോമസേന താവളങ്ങളുമാണ് ഇന്ത്യൻ സൈന്യം ചാമ്പലാക്കിയിരിക്കുന്നത്. ഇതോടെയാണ് വെടിനിർത്തൽ ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ പാകിസ്ഥാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യക്ക് നേരെ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ പാകിസ്ഥാൻ സൃഷ്ടിച്ചെങ്കിലും അതൊന്നും തന്നെ ഇന്ത്യയുടെ സൈനിക സംവിധാനങ്ങളെ തൊടാൻ പോലും പറ്റിയിരുന്നില്ല. ഡ്രോണുകളെയും മിസൈലുകളെയും ആകാശത്ത് വച്ച് തന്നെ ഇന്ത്യയുടെ S-400 ട്രൈഫ് ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിയുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഈ സംഘർഷത്തിൽ പാകിസ്ഥാൻ മാത്രമല്ല, അവരെ സഹായിക്കാൻ ആയിരക്കണക്കിന് ആധുനിക ഡ്രോണുകൾ നൽകിയ തുർക്കിയും ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ വല്ലാതെ നാണം കെട്ടിരിക്കുകയാണ്. ഡ്രോൺ നിർമ്മാണത്തിലെ വിദഗ്ധരെന്ന് സ്വയം അവകാശപ്പെടുന്ന തുർക്കിയുടെ ഡ്രോൺ കച്ചവടം കൂടിയാണ് ഇനി പൂട്ടിപ്പെടുക. ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ ശേഷിയില്ലാത്ത തുർക്കിയുടെ ഡ്രോണുകൾ വെറുതെ നൽകിയാൽ പോലും ഇനി പാകിസ്ഥാൻ പോലും വാങ്ങാൻ സാധ്യതയില്ല. മെയ് 8-ന് രാത്രി ഇന്ത്യയിലെ 36 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് പറന്നെടുത്തിരുന്നത്. പക്ഷേ അവയൊന്നും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ നിലം തൊടിയിച്ചിട്ടില്ല. പിന്നീട് വന്ന ഡ്രോണുകളും ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടു. തുർക്കി നിർമ്മിതമായ അസിഗാഡ് സോങ്കർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇറക്കിയിരുന്നത്. ഡ്രോൺ അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ തുർക്കി നിർമ്മിത അസിഗാഡ് സോങ്കർ ഡ്രോണുകളാണെന്ന് അവയെന്ന പ്രാഥമികമായ നിഗമനമാണ് വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗും പറഞ്ഞത്. തുർക്കി ആസ്ഥാനമായുള്ള പ്രതിരോധ കമ്പനി അസിസ്ഗാർഡ് ആണ് സോങ്കർ ഡ്രോണുകളുടെ നിർമ്മാതാക്കൾ. 2019 ഏപ്രിലിൽ ഇവ ആദ്യമായി നിർമ്മിക്കുകയും 2020 ഫെബ്രുവരിയിൽ വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നാലെ തുർക്കി സായുധ സേനയ്ക്ക് ഡ്രോണുകൾ കൈമാറി. തുർക്കിയിലെ ആദ്യത്തെ തദ്ദേശീയ സായുധ ഡ്രോണുകളാണിവ. ഈ ഡ്രോണിന് 140 സെന്റിമീറ്റർ വീതിയുണ്ട്. 45 കിലോഗ്രാം ഭാരമാണ് ഇവയ്ക്ക് വഹിക്കാൻ കഴിയുന്നത്. ലോഡില്ലാതെ 35 മിനിറ്റ് പ്രവർത്തിക്കാനും കഴിയും. ഇതിന്റെ പോർട്ടബിൾ അൺമാൻ ഏരിയൽ സിസ്റ്റത്തിന് തത്സമയ വീഡിയോ പ്രക്ഷേപണം ചെയ്യാനും കഴിയും. സൈനിക പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇവ കര, സമുദ്ര മേഖലകളിൽ പ്രത്യേക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ലക്ഷ്യം കണ്ടെത്തൽ, പ്രാദേശിക നിരീക്ഷണം, അതോടൊപ്പം തന്നെ ഭീഷണികളെ നിർവീര്യമാക്കൽ എന്നിവയുൾപ്പെടെ വിവിധ സൈനിക സുരക്ഷാ പ്രവർത്തനങ്ങളും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പൈലറ്റ് ക്യാമറയും തോക്കിൽ ഘടിപ്പിച്ച ക്യാമറയും ഇവക്കുണ്ട്. രാത്രിയും പകലുമുള്ള സൈനിക പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. കടൽ നിരപ്പിൽ നിന്ന് 3000 മീറ്റർ വരെ, ഭൂനിരപ്പിൽ നിന്നും 300 മീറ്റർ വരെയും ഇതിന് ഉയരാൻ സാധിക്കും. ഡ്രോണും റിമോട്ട് കൺട്രോളും തമ്മിലുള്ള ബന്ധം നഷ്ടമായാലും തിരികെ വരാനുള്ള ഫീച്ചറുകളും ഇതിലുണ്ട്. ഓപ്പറേഷനിടെ ആശയവിനിമയത്തിന് GPS അല്ലെങ്കിൽ ഗ്ലോനാസ് നാവിഗേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ചെലവ് കുറഞ്ഞതും ആവശ്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിക്കാൻ കഴിയുന്നതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതും ഒന്നിലധികം യൂണിറ്റുകളെ ഉദ്യോഗസ്ഥർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായതിനാൽ അതുകൊണ്ട് തന്നെ ഈ സംവിധാനം തുർക്കിയുടെ ഒരു തുറപ്പുചീട്ട് തന്നെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 5 തരം സോങ്കർ ഡ്രോണുകളുണ്ടെന്നാണ് അസിസ്ഗാർഡ് വെബ്സൈറ്റിൽ പറയുന്നത്. സോങ്കർ 5.56 x 45 mm അസാൾട്ട് റൈഫിലും അതോടൊപ്പം തന്നെ സോങ്കറിന്റെ 2 x 40 mm ഗ്രനേഡ് ലോഞ്ചറും സോങ്കറിന്റെ തന്നെ 6 x 40 mm ടൈപ്പ് ഗ്രനേഡ് ലോഞ്ചറും സോങ്കറിന്റെ 3 x 81 mm മോട്ടോർ ഗ്രിപ്പും അതോടൊപ്പം തന്നെ മോസ് ഗ്രനേഡ് ലോഞ്ചറും ഇവയ്ക്ക് ഉണ്ട് എന്നാണ് തുർക്കി പറയുന്നത്. സോങ്കർ അസാൾട്ട് റൈഫിലിൽ ഉപയോഗിക്കുന്നതും 5.56 45 mm വെടിയുണ്ടകളാണ്.
ഗ്രനേഡ് ലോഞ്ചർ തരം സോങ്കറിന് 400 മുതൽ 450 മീറ്റർ പരിധിക്കുള്ളിൽ 2 ഗ്രനേഡുകൾ വരെ വെടിവെക്കാൻ കഴിയും. 6 ഗ്രനേഡുകൾ വരെ വിക്ഷേപിക്കാൻ കഴിയുന്ന ഡ്രം ടൈപ്പ് ഗ്രനേഡ് ലോഞ്ചറുകളുമുണ്ട്. ടിയർ അല്ലെങ്കിൽ സ്മോക്ക് ഗ്രനേഡ് ലോഞ്ചറിന് 8 ഗ്രനേഡുകൾ വരെ വെടിവെക്കാൻ കഴിയും. സൈനികർക്കൊപ്പമോ മറ്റു ഡ്രോണുകൾക്കൊപ്പമോ സംയുക്തമായി ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്തതാണ് സോങ്കർ ഡ്രോണുകൾ. സോങ്കർ ഡ്രോണുകൾ പൂർണ്ണമായും സജ്ജമാക്കിയിരിക്കുമ്പോൾ ഇവയുടെ പരമാവധി ടേക്ക് ഓഫ് ഭാരം 45 കിലോഗ്രാമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 2800 മീറ്റർ ഉയരത്തിലും ഭൂനിരപ്പിൽ നിന്നും 400 മീറ്റർ ഉയരത്തിലും ഇത് പ്രവർത്തിക്കാൻ കഴിയും. തുർക്കിയുടെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് ഒരു പണി കൊടുക്കുക എന്നതായിരുന്നു പാകിസ്ഥാൻ കണ്ടിരുന്ന സ്വപ്നം. പാകിസ്ഥാന്റെ വ്യോമ മേഖലയ്ക്ക് ആഭ്യന്തര രാജ്യാന്തര യാത്രാ വിമാനങ്ങൾ പറക്കുന്ന സമയത്ത് അവയുടെ മറവിലായിരുന്നു പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നത്. ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയാൽ ഈ യാത്രാ വിമാനങ്ങൾക്ക് നാശം സംഭവിക്കുമെന്നും ആളപായം ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ കരുതി. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്കെതിരെ ലോകരാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കും. പക്ഷേ പാകിസ്ഥാന്റെ ആ അതിമോഹമൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്തായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം നടന്നത്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഡ്രോണുകളെ മാത്രമായി തുരുത്തിയാണ് ഇന്ത്യ കരുത്ത് തെളിയിച്ചത്. മാത്രമല്ല, പാകിസ്ഥാന്റെ വ്യോമാക്രമണ ശ്രമങ്ങളെല്ലാം വിഫലമാക്കിയത് ഇന്ത്യയുടെ റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 സുദർശൻ ചക്രയാണ്. തിരിച്ചടികൾ താങ്ങാനുള്ള പാകിസ്ഥാന്റെ ശേഷിയൊക്കെ ദിനംപ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആക്രമണവുമായി പാകിസ്ഥാൻ അതിർത്തി കടന്നാൽ അന്ന് പാകിസ്ഥാന്റെ ചാരമാക്കുന്നതിനുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയാണ് ഇപ്പോൾ ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ ധാരണ പ്രകാരം ഇനി ഇന്ത്യയിൽ ഏത് തരം ഭീകരാക്രമണം ഉണ്ടായാലും അത് പാകിസ്ഥാനെതിരായ സൈനിക നടപടിക്ക് കാരണമാകുമെന്ന വ്യവസ്ഥയും കൂടിയുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഓരോ ഷെല്ലാക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തുമ്പോൾ ഇന്ത്യ അതിൽ 10 മടങ്ങ് പ്രഹരമായി തിരിച്ചു പാകിസ്ഥാന്റെ വ്യോമമേഖല കംപ്ലീറ്റ് തച്ചുടയ്ക്കുന്നുണ്ട്. അവസാനം പാകിസ്ഥാന്റെ 3 ദിവസം കൊണ്ട് പാകിസ്ഥാനിൽ നിന്നും ഒരു വിമാനം പോലും ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് അവിടുത്തെ ഏതോ കുറച്ചെങ്കിലും വിവരമുള്ള പട്ടാളത്തിലെ ആർക്കോ മനസ്സിലായത്, പട്ടാളത്തിലെ മേധാവികൾക്ക്, പട്ടാളവുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത് ഇന്ത്യയുമായി ചെന്ന് മുട്ടുന്നത് പണി കിട്ടും. അതുകൊണ്ടാണ് അവിടെ ഉള്ളവരുമായി സംസാരിച്ച് ഒരു ധാരണയിലേക്ക് എത്തിയത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ, ചാങ്ങേത്ത് ആയുർവേദ ഹോസ്പിറ്റൽ, തുമ്പോൺതാഴം. 8 കരകളുടെയും നാഥനായ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മെയ് 11 മുതൽ 18 വരെ നടക്കുന്ന സ്കന്ദ സത്രം. ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കന്ദ സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു. ഇതൊരു മഹാക്ഷേത്രമാണ്. 1200-1500 വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക്, ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം, ഈ 8 കരയിൽ നിന്ന് ഉള്ളതല്ല, ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടേതും ഉണ്ടാകണം. ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.